ഹലോ ഗൈസ്, അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് രാവിലെ തന്നെ നീച്ച് കുളിച്ച് പുറപ്പെട്ടത് എങ്ങോട്ടാന്ന് അറിയോ? നമ്മളെ കാലിക്കറ്റ് ലുലുമാൾക്കാണ് കേട്ടോ. യാത്ര തുടങ്ങിയത് ഒരു 5 മണിക്കാണ് കേട്ടോ. ഞങ്ങൾ ആകെ വെച്ചിട്ടുണ്ടാകുന്ന ഒരു അപ്പവും ചട്നിയും മാത്രമാണ്. ലുലുമാളിലെത്തിയതോ 10 മണിക്ക്. എല്ലാവർക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്താ വാങ്ങിക്കാന്ന് വിചാരിച്ച് നേരെ പോയി നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് കാണും കേട്ടോ. വാങ്ങിക്കാൻ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഏതാ വാങ്ങിക്കേണ്ടതെന്ന് ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവസാനം വാങ്ങിയതാണ് നമ്മുടെ ഗ്രിൽ ചിക്കൻ. ഇവിടെ എഴുതിയത് 308 എന്നാണ്, പക്ഷെ കിലോ കുറച്ച് കൂടി പോയിട്ട് 320 സംതിങ് ആണ് കേട്ടോ വന്നത്. അതും വാങ്ങി, പിന്നെ മാഗ്നസും വാങ്ങി, കുക്കൂസും വാങ്ങി. ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ ചെന്നു. ഫുഡ് കോർട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്കുള്ള സീറ്റൊക്കെ തപ്പി പിടിച്ച് പോയി ഇരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാകുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രിൽഡ് ചിക്കൻ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദം ബിരിയാണി കൂടെ മേടിച്ചായിരുന്നു. അപ്പൊ അതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് പിന്നെ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു ജ്യൂസ് മേടിച്ചു, കുറച്ചു നേരം അവിടെ ഇരുന്നു. ഈ ജ്യൂസിന് 140 രൂപയും ഓഫറിന് 70 രൂപയാണ് കേട്ടോ. പിന്നെ ഹൈപ്പർ മാർക്കറ്റ് കണ്ടതാണ് കേട്ടോ ഈ ഒരു കേക്ക്. ഇത് റേറ്റ് വരുന്നത് 399 രൂപയും ഓഫറിന് ഉണ്ടാകുന്നത് 199 രൂപയായിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. മുറിക്കാൻ തന്നെ തോന്നണേ ഉണ്ടാകില്ല. ഞാൻ ഈ കേക്ക് മേടിച്ച് ഫുഡ് കോർട്ട് പോകുന്നു. ബാക്കിയുള്ള ഒരു കേക്കിന്റെ കത്തിയും സ്പൂണൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടോ. ആ സമയം കൊണ്ട് ഞാൻ പാക്കൊക്കെ പൊളിച്ച് ഇങ്ങനെ തുറന്നു വെച്ചിരുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വന്നപ്പോ ഈ കേക്ക് കട്ട് ചെയ്തു. കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ടേസ്റ്റ്. പിന്നെ കേക്ക് ചോക്ലേറ്റിനെ വാങ്ങാൻ കാരണം എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടമാണ് കേട്ടോ. ഈ കേക്കല്ല ഐസ്ക്രീമാണ് ചോക്ലേറ്റ് ആണെങ്കിൽ അത് തന്നെയാണ് കൊടുക്കുക. കേക്ക് കട്ട് ചെയ്തിട്ട് ഈ ചെറിയ ഈ ഡിസൈനൊക്കെ ഉള്ള ഭാഗം ഞാൻ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ സിൽവറിന്റെ സാധനം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കടിക്കാൻ ഒരു ഹാർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കേക്കിന്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. സാധാരണ ഞങ്ങൾ 4 പേര് ഇത്ര പോകുന്നൊരു കേക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ടാവില്ല കേട്ടോ. പക്ഷെ ഇന്ന് ടേസ്റ്റ് നന്നായിട്ടുണ്ടാകുന്ന മധുരം ഓവറായിട്ട് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കംപ്ലീറ്റ് ആക്കിട്ടോ. പിന്നെ ഈ ബ്രോസ്റ്റിന്റെ സെക്ഷനിൽ ഏതാ ബ്രോസ്റ്റ് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് അവസാനം 85ന്റെ 4 പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിക്കാൻ ഒരു മുഹബത്ത് കാ സർബത്താണ് കേട്ടോ. അത് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബ്രെഡിന്റെ സെക്ഷനിൽ കൂടെ നടക്കുമ്പോൾ ഈ ഒരു ബ്രെഡ് കണ്ടു. അപ്പൊ ഇത് വീട്ടിലേക്ക് വാങ്ങിക്കാൻ വിചാരിച്ച് മേടിച്ചു. 38 രൂപയാണ് കേട്ടോ ഈ കേക്കിന് റേറ്റ് ഉണ്ടാകുന്നത്. പിന്നെ എന്താ വാങ്ങിക്കാൻ വിചാരിച്ച് നടക്കുമ്പോൾ കേക്കിന്റെ സെക്ഷൻ കണ്ടു കേട്ടോ. അതിലിതാ ഈ ഒരു കേക്കിന് 89 രൂപയാണ്. ബാക്കിയുള്ള ലുലുമാളുടെ ഞാൻ കണ്ടിട്ടുള്ള 150 രൂപക്കാണ് കേട്ടോ ഓഫർ ആയിട്ടാവും. പിന്നെ ബ്രെഡിന്റെ സെക്ഷനിൽ ഇതാ ഈ ഒരു ബന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 50 രൂപയാണ് റേറ്റ് വന്നത്. പിന്നെ ഡോണറ്റിന്റെ സെക്ഷൻ കണ്ടു. പല ടൈപ്പ് ഡോണറ്റാണ് കേട്ടോ. ഭയങ്കര കൺഫ്യൂഷനാണ് ഏതാ വാങ്ങിക്കേണ്ടത്. ഇതിന്റെ അപ്പുറത്ത് കുറച്ച് എണ്ണക്കടികളും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏതാ വാങ്ങിക്കേണ്ടതെന്ന് കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അവസാനം വിചാരിച്ചു ഡോണറ്റ് തന്നെ വാങ്ങിക്കാൻ. എല്ലാതും കൂടെ ഒപ്പം പോകില്ലല്ലോ. അപ്പൊ ഈ ഒരു ഡോണറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് ഡോണറ്റാണ് കേട്ടോ. കാരണം ഇവിടെ ഡോണറ്റിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവസാനം ചോക്ലേറ്റ് തന്നെ വാങ്ങി. ഡോണറ്റിന്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വാങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ട് മെസ്സി, പക്ഷെ മറന്നുപോയി. കാരണം തണുപ്പ് പോകുമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് വാങ്ങാൻ വിചാരിച്ചു. പക്ഷെ ലാസ്റ്റ് അത് മറക്കാനുണ്ടാകുന്നത്. അതുകൊണ്ട് അത് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളെ ഫ്രീസർ സെക്ഷൻ ഇങ്ങനെ നോക്കി വന്നപ്പോ ബർഗർ പാറ്റി, ചിക്കൻ പാറ്റി, നഗറ്റ് കണ്ടു കേട്ടോ. അവസാനം ഈ ഒരു നഗറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിക്ക് ഹാപ്പി ബിസ്ക്കറ്റ് വാങ്ങി. പിന്നെ ഒരു 109ന്റെ ഡോണറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോക്കോപ്പൈന്റെ സെക്ഷനിൽ നോക്കി വന്നപ്പോ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓറഞ്ചിന്റെ ലോട്ട് ചോക്കോപ്പൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കിറ്റ്കാറ്റ് സെക്ഷനിൽ ഈ ഒരു ചോക്ലേറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ മിനിയേച്ചറിന്റെ ചോക്ലേറ്റ് ഇല്ലേ കിറ്റ്കാറ്റിന്റെ തന്നെ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സാധനം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരം കണ്ടിട്ടില്ല സാധനം. പിന്നെ വീട്ടിലേക്ക് ജ്യൂസ് വാങ്ങാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതും വാങ്ങാൻ നോക്കി. ഓറഞ്ചാണ് കേട്ടോ ഇപ്പൊ മേടിച്ചത്. ആപ്പിൾ ഞാൻ മുമ്പ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്ര മാത്രമേ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്.